മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. ദില്ലിയിലും മുംബൈയിലുമായി 2 ജയിലുകളിൽ ക്രമീകരണങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ആദ്യ ആഴ്ച തഹാവൂർ റാണയെ എൻഐയുടെ കസ്റ്റഡിയിൽ വിട്ടേക്കും. പ്രത്യേക അന്വേഷണ സംഘം അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. ജോയ്സ് ഡാനിയൽ വിവരങ്ങൾ നൽകും. ജോയ്സ് ഡാനിയൽ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. തഹാവൂർ റാണയെ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ഇപ്പോൾ ഇന്ത്യൻ അന്വേഷണ സംഘം അമേരിക്കയിൽ എത്തിയിരിക്കുന്നു. എപ്പോഴാകും രാജ്യത്തെത്തിക്കുക? എന്താണ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ? സ്മൃതി, ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോ ആകും തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുക. പ്രധാനമായും ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആസൂത്രകന്മാരിൽ ഒരാൾ തന്നെയാണ്. കൃത്യമായി പങ്കുണ്ട് എന്ന് ഇന്ത്യ കൃത്യമായി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തഹാവൂർ റാണയെ വിട്ടു നൽകാനുള്ള തീരുമാനം അമേരിക്ക എടുത്തത്. പിന്നീട് അമേരിക്കയിലെ കോടതികളിൽ അദ്ദേഹം ഒരു നിയമ പോരാട്ടം നടത്തി നോക്കി. പക്ഷേ അതിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് ഈ ഒരു തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ പുലർച്ചയോടുകൂടിയോ ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് 2 ജയിലുകളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് ദില്ലിയിലും മറ്റൊന്ന് മുംബൈയിലുമാണ്. എന്തായാലും ഈ രണ്ടിടത്തില് മുംബൈയിലേക്ക് മാറ്റാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പ്രത്യേകിച്ചും കേസും തുടർ നടപടികളും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ മുംബൈയിലെ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. NIA കസ്റ്റഡിയിൽ തന്നെയായിരിക്കും ആദ്യത്തെ ഒരാഴ്ച. ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും കേന്ദ്രം കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട ആളുകൾ, ഒപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയം, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒക്കെ തന്നെ ഈ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവസാന നിമിഷങ്ങളിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലും കേന്ദ്രം ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. ഏതായാലും തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതോടുകൂടി തന്നെ ഈ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ അന്വേഷണം നടക്കും. അതിനൊപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പല സമയത്തും അതൃപ്തി അറിയിച്ചിട്ടുണ്ടായിരുന്നു വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഏതായാലും തഹാവൂർ റാണയെ കൈമാറുന്നതോടുകൂടി തന്നെ കൂടുതൽ അന്വേഷണം നടക്കും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാകും. ഏതായാലും ഈ തഹാവൂർ റാണയ്ക്കെതിരെ നിലവിൽ ഉള്ള ഒരു പരാമർശം എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മുംബൈയിൽ ഇയാൾ എത്തിയിരുന്നു. മുംബൈയിലെത്തി സമീപത്തെ ഹോട്ടലുകളിൽ താമസിച്ചിരുന്നു. കാര്യങ്ങൾ നിരീക്ഷിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇയാൾ മുംബൈയിൽ നിന്ന് മടങ്ങിയതെന്നുള്ള കാര്യമാണ്. ഏതായാലും തഹാവൂർ റാണയെ ഇന്ത്യ കൈമാറുന്നതോടെ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരും. ഏതായാലും ഇയാളുടെ ഈ സുപ്രീം കോടതിയിൽ, അതായത് അമേരിക്കൻ സുപ്രീം കോടതിയിൽ ഇയാൾ നടത്തിയ പോരാട്ടങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച കൂടി അവസാനിച്ചിരുന്നു. തിങ്കളാഴ്ച ഇയാൾക്ക് ഈ ഒരു എന്നെ ഇന്ത്യയിലേക്ക് അയക്കരുതെന്നും അത് തന്റെ ജീവന് ഭീഷണിയാകും എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങൾ സുപ്രീം കോടതി തള്ളുകയായിരുന്നു. നേരത്തെ കീഴ്ക്കോടതിയും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും സുപ്രീം കോടതി കൂടി ഇയാളുടെ ആവശ്യങ്ങൾ തള്ളിയതോടുകൂടി തന്നെയാണ് ഇയാൾ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനിച്ചത്. ഇന്ത്യയുടെ പ്രത്യേക സംഘം അമേരിക്കയിൽ എത്തിയിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചയോടുകൂടിയോ ഇന്ത്യയിലേക്ക് ഇയാളെ എത്തിക്കും. മുംബൈയിലെ ജയിലിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്കിപ്പോൾ കാണുന്ന ഒരു സാധ്യത. NIA കസ്റ്റഡിയിലായിരിക്കും ആദ്യത്തെ ഒരാഴ്ച ഉണ്ടാവുക. എന്തായാലും കേന്ദ്രം ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. സ്മൃതി. ശരി, ജോയ്സ് ഡാനിയലാണ് വിവരങ്ങൾ നൽകിയത്. തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്.